നമസ്കാരം. മാടായിപ്പാറയിലാണ് ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറ്റമുള്ള ഒരേ ഒരു സ്ഥലം അത് മാടായിപ്പാറയാണ്. ഓരോ മാസങ്ങൾക്കും മാടായിപ്പാറയ്ക്ക് ഓരോ സൗന്ദര്യമാണ്. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും മാടായിപ്പാറയിലെ ഈ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അതായത് ജൂതക്കുളത്തിന് അടുത്തുള്ള ഒരു പ്രദേശം നമ്മൾ കാണിച്ചു തരാം. ഒത്തിരി വാർത്തകളൊക്കെ വന്ന കാര്യമാണ്. പക്ഷെ ഒരു ഏകദേശം ഋതുഭേദങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. ഏത് മാസം വന്നു കഴിഞ്ഞാലും വേസ്റ്റ് അടിഞ്ഞു കിടക്കുന്ന ഒരു സൗന്ദര്യം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ പാറയെ സംരക്ഷിക്കേണ്ടത് ആരാണെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഒത്തിരി ആൾക്കാർ വാഹനങ്ങൾ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ കാക്കാപ്പൂ ഒരു പ്രസിദ്ധമാണല്ലേ ഇവിടെ. ഏത് കണ്ണൂർക്കാരന്റെ റീൽസ് നോക്കിക്കഴിഞ്ഞാലും കാക്കാപ്പൂവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സൗന്ദര്യമൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിനെ ബേസ് ചെയ്ത് തന്നെ മാടായിപ്പാറയെ അറിയാത്ത ആൾക്കാർ പോലും ഇവിടെ വരുന്ന കാഴ്ചകൾ കാണാറുണ്ട്. ആ സമയത്ത് വലിയൊരു നാണക്കേടാണ്. അവർ ഇവിടെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇത്രമാത്രം വേസ്റ്റുകൾ കൊണ്ട് ഇവിടെ തള്ളുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അറിയാതെ ഈ കിണറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കണ്ട, അത്രത്തോളം വേസ്റ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ മണ്ണിട്ട് മൂടിയാൽ മതി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഡയപ്പർ, സ്നെഗി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇത് എങ്ങനെയാണ് സ്നെഗിയും ഡയപ്പറും നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തിൽ ഒരു ഉദാഹരണമാണ്. നാളെ ഇതും കണ്ടിട്ട് സ്നെഗിയും ഡയപ്പറും ഇടാൻ വേണ്ടിയിട്ട് ആരും മാടായിപ്പാറയിലേക്ക് വരണ്ട. അപ്പൊ മാടായി പഞ്ചായത്തിന്റെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടി നമ്മൾ കാണണം.